നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രശാന്തും തിരുവനന്തപുരത്തെ ബി.ജെ.പി. നേതാക്കളും തമ്മിൽ ചേരില്ല. കാരണം ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടിപൊട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. CPM-നാകട്ടെ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതോടുകൂടി വലിയ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തലപിളർക്കുന്ന അടി ഓരോന്നായിട്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വി കെ പ്രശാന്തിന് വീണ്ടും പണി കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു വേദിയിൽ നിന്ന് വി കെ പ്രശാന്തിനെ ആട്ടിയിറക്കുന്ന ഒരു നിലപാടാണ് BJP-യുടെ ഒരു കൗൺസിലർ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ തടയുകയും ചെയ്തു. ഈ സംഭവം പുറത്തു വന്നതോടുകൂടി CPM-കാരെല്ലാവരും കൂടി അങ്ങ് ഇളകി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാവിനെ ആട്ടിയിറക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട്. ഇരുവരും തമ്മിലുള്ള ഈ ഒരു വാക്പോര് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറിയിലേക്കും അടിപിടിയിലേക്കും കലാശിക്കും എന്നുള്ളതാണ് ഈ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ വി കെ പ്രശാന്തും ആർ ശ്രീലേഖയും തമ്മിൽ നടന്ന പോര്. പിന്നീട് വി കെ പ്രശാന്തിന് ആ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്ന ഒരു സ്ഥിതിയുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു പോരിലാണ് ഇരു കൂട്ടരും ഇപ്പോൾ നിൽക്കുന്നത്. അതിനിടയിലാണ് വീണ്ടും പൊട്ടിത്തെറികളും ചീറ്റലുമൊക്കെ ഉണ്ടാകുന്നത്. വി കെ പ്രശാന്തിനെ തടഞ്ഞതിന് കൗൺസിലർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കൗൺസിലർ സുഗതനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വാഴോട്ടുകോണത്ത് നടന്ന ഒരു ഉദ്ഘാടന പരിപാടിയിൽ ക്ഷണിക്കാത്തതിന് സുഗതൻ പ്രതിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. വട്ടിയൂർക്കാവ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വാഴോട്ടുകോണത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു മഹിളാ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. പക്ഷേ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ MLA വി കെ പ്രശാന്താണ് അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. ഈ ചടങ്ങിൽ ക്ഷണിച്ചില്ല എന്നാരോപിച്ചാണ് വാഴോട്ടുകോണം കൗൺസിലറായ സുഗതൻ പ്രതിഷേധിക്കുകയും MLA-യുടെ കാറ് തടയുകയും ചെയ്തത്. വേദിയിൽ ഇരുന്നവരെയും മൈക്ക് ഓപ്പറേറ്ററെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വി കെ പ്രശാന്ത് MLA നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം വി കെ പ്രശാന്തിന് വീണ്ടും ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് എപ്പോഴും ഇങ്ങനെ BJP-കാരോട് കൊമ്പ് കോർക്കേണ്ട ഗതിയിലേക്ക് താൻ എത്തിയോ എന്നുള്ളതാണ് പ്രശാന്തിനെ വലയ്ക്കുന്നത്. നമുക്കറിയാം വി കെ പ്രശാന്ത് എന്ന് പറയുന്നത് CPM-ലെ സൗമ്യനായിട്ടുള്ള ഒരു നേതാവാണ്. അധികം വാക്കേറ്റങ്ങൾക്കോ വാഗ്വാദങ്ങൾക്കോ പ്രശ്നങ്ങളിലേക്കോ വിവാദങ്ങളിലേക്കോ ഒന്നും അധികം പോകാത്ത ഒരാളാണ്. എന്നാൽ വി കെ പ്രശാന്തിന് ഇപ്പോൾ എപ്പോഴും അടിയുണ്ടാക്കാൻ മാത്രമേ നേരമുള്ളൂ, പ്രത്യേകിച്ച് BJP-കാരുമായിട്ട്. കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതോടുകൂടി വല്ലാത്ത അടിയാണ് വി കെ പ്രശാന്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന നല്ല ഒന്നാന്തരം കെട്ടിടം പോയി. ഇപ്പോൾ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് താൻ എവിടെ പരിപാടിക്ക് ചെന്നാലും ഈ പറയുന്ന BJP കൗൺസിലർമാർ തന്നെ നോക്കി കണ്ണുരുട്ടുന്നത്. വി കെ പ്രശാന്തിനെ തടഞ്ഞ നടപടിയിൽ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനിലെ CPM-കാർ BJP-ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഒരു MLA-യെ തടയാറായോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. വിളിക്കാത്ത പരിപാടിക്ക് എന്തിനാണ് വലിഞ്ഞു കയറി വരുന്നതെന്ന് സുഗതനും കൂട്ടരും ചോദിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് അവകാശപ്പെട്ട പരിപാടിയിലേക്കാണ് തങ്ങൾ പോയതെന്ന് CPM-കാരും വാദിക്കുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങളും വാക്പോരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർ ശ്രീലേഖയുമായി കൊമ്പ് കോർത്തപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു വി കെ പ്രശാന്തിന്. അതായത് തനിക്ക് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് മാറിത്തരുമോ എന്നായിരുന്നു ആർ ശ്രീലേഖ വി കെ പ്രശാന്തിനോട് ചോദിച്ചത്. തനിക്ക് ഒരു കുടിസുമുറിയാണെന്നും അവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നും വലിയൊരു ദുരിതത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും വി കെ പ്രശാന്തിനോട് ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു. എന്നാൽ പ്രശ്നം വഷളാക്കിയത് വി കെ പ്രശാന്താണെന്നും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് അത് വലിച്ചിഴച്ചത് വി കെ പ്രശാന്താണെന്നും ആർ ശ്രീലേഖ പിന്നീട് ചിലതൊക്കെ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിരുന്നു. ഒടുവിൽ വിഷയം വി കെ പ്രശാന്തിനെതിരെ പൂർണ്ണമായി അങ്ങ് തിരിഞ്ഞു. അതായത് ആ ഓഫീസിലെ ശ്രീലേഖയുടെ മുറിയുടെ അവസ്ഥ പുറത്തേക്ക് വന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നതോടുകൂടി സ്ത്രീപക്ഷം എന്ന് വാദിക്കുന്ന ഈ CPM-കാരാണോ ഒരു സ്ത്രീയെ ദുരിതക്കയത്തിൽ തള്ളിയിട്ടത്, അവർക്കൊരു കുടിസുമുറിയിൽ ഒരു ബാത്റൂമിൽ ഇരുന്ന് പണിയെടുക്കേണ്ടി വന്ന ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ചോദ്യങ്ങളും വി കെ പ്രശാന്തിന് നേരെ വന്നിരുന്നു. വി കെ പ്രശാന്ത് ഈ മുറി ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് ശ്രീലേഖ ചോദിക്കുമ്പോൾ മറുപടി കൊടുത്തത് മാറിത്തരാൻ പറ്റില്ല എന്നായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല, ഞാൻ ഇവിടെ നിന്ന് മാറില്ല, കോർപ്പറേഷൻ്റെ അനുമതിയോടെയാണ് ഞാനിവിടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഒരു കൗൺസിലർ അല്ല ഞാനിവിടെ നിന്ന് മാറണം എന്ന് പറയേണ്ടത്, കോർപ്പറേഷൻ പറയട്ടെ, കോർപ്പറേഷൻ നോട്ടീസ് തരട്ടെ എന്നൊക്കെയുള്ളതായിരുന്നു വി കെ പ്രശാന്തിൻ്റെ
ഒരു ധാർഷ്ട്യം. പൊതുവേ നമ്മൾ അങ്ങനെ ധാർഷ്ട്യത്തോടെ VK പ്രശാന്തിനെ കണ്ടിരുന്നില്ല. പക്ഷേ ശ്രീലേഖയുമായി കൊമ്പ് കോർത്തപ്പോൾ വലിയൊരു ധാർഷ്ട്യത്തിൻ്റെ മുഖം VK പ്രശാന്ത് പുറത്തെടുത്തു. പക്ഷേ ഇത് അടപടലം തിരിച്ചടിച്ചു. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നത് VK പ്രശാന്ത് ആണ് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇതെല്ലാം ഈ ശ്രീലേഖയുമായി കൊമ്പ് കോർത്ത് നിൽക്കുന്നത് തനിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നൊക്കെ ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് VK പ്രശാന്ത് ആ കെട്ടിടത്തിൽ നിന്ന് മാറുന്നത്. പക്ഷെ ആ കെട്ടിടത്തിൽ നിന്ന് മാറിയത് മാറേണ്ടി വന്നത് VK പ്രശാന്തിന് വലിയ പരിഹാസങ്ങൾക്കും ക്ഷീണത്തിനും വഴിവെച്ചു. ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് ഞാനിവിടെ നിന്ന് മാറാൻ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കടിച്ചു പിടിച്ച് കിടന്ന ഒരാൾ പെട്ടെന്ന് മാറിയപ്പോൾ അവിടെ ശ്രീലേഖ ജയിച്ചു, ശ്രീലേഖയെ പേടിച്ച് VK പ്രശാന്ത് ഓടി എന്നൊക്കെയുള്ള തരത്തിലേക്ക് വാർത്തകൾ വ്യാഖ്യാനിക്കപ്പെട്ടു, ട്രോളുകൾ വരാൻ തുടങ്ങി. BJP കൗൺസിലർമാരാകട്ടെ അത് ഏറ്റുപിടിക്കുകയും ഇത് ശ്രീലേഖയുടെ വിജയമെന്ന് ഉയർത്തി കാണിച്ചു, ഇത് BJPയുടെ വിജയമെന്ന് തലക്കന്നത്തിൽ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ VK പ്രശാന്തിനെ വല്ലാതെ ബാധിച്ച വിഷയങ്ങളായിരുന്നു. ഒടുക്കം നാണം കെട്ടിട്ടാണെങ്കിലും VK പ്രശാന്തിന് അവിടെ നിന്ന് മാറേണ്ടി വന്നിരുന്നു. ഇടയ്ക്ക് നമ്മൾ കണ്ട മറ്റൊരു ചിത്രവും ഉണ്ടായിരുന്നു. VK പ്രശാന്തിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ശ്രീലേഖയുടെ ദൃശ്യങ്ങൾ. അതായത് എൻ്റെ സഹോദരനോടെന്ന പോലെയാണ് ഞാൻ അദ്ദേഹത്തോട് ഈ മുറി ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇരുവരും ഒന്നിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും നീറുപോലെ നിൽക്കുകയായിരുന്നു VK പ്രശാന്ത്. ഇതിനിടയിൽ VK പ്രശാന്തിന് നേരെ ശബരിനാഥ് രംഗത്ത് വന്നു. ശബരിനാഥും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ പറഞ്ഞത് എന്തിനാണ് VK പ്രശാന്ത് ആ കെട്ടിടത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? MLA ഓഫീസിൽ അദ്ദേഹത്തിന് മുറിയുണ്ടല്ലോ, അവിടെ പോയി താമസിച്ചുകൂടെ? അവിടെ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആൾക്കാർക്ക് വരാമല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് അത് ഓഫീസായി പ്രവർത്തിക്കുന്ന ഇടമാണല്ലോ, പിന്നെ എന്തിനാണ് ഈ ശാസ്തമംഗലത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളുമായി കോൺഗ്രസ്സുകാരും കൂടി രംഗത്ത് വന്നതോടെയാണ് അടപടലം VK പ്രശാന്ത് അങ്ങ് പെട്ടുപോയത്. പിന്നീട് VK പ്രശാന്ത് മരുതൻകുഴിയിലെ ഓഫീസിലേക്ക് മാറുമ്പോൾ സ്നേഹത്തോടെ ഈ പറയുന്ന ശ്രീലേഖ അവിടെ എത്തുകയും കേക്ക് മുറിച്ച് ഇരുവരും സന്തോഷം പങ്കിടുകയും അതിനോടൊപ്പം തന്നെ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ ശബരിനാഥ് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ 3 പേരുമാണ് വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളുമുണ്ട്. അതായത് K മുരളീധരൻ ഇനി തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ശബരിനാഥിനെ ഇറക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. BJP ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത് ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ നിർത്തി മത്സരിപ്പിക്കണം എന്നുള്ളതാണ്. CPM ഈ പറയുന്ന VK പ്രശാന്തിനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവരും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൂവരും തമ്മിൽ പിന്നീട് സൗഹൃദം പങ്കിടുന്നതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല കാര്യം, രാഷ്ട്രീയം മറന്ന് അവരെല്ലാവരും സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നാടിനും നല്ലത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇടയ്ക്കിടെ ഈ BJPയും CPMകാരും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. അതിനിടയിലേക്കെല്ലാം VK പ്രശാന്താണ് വലിച്ചിഴക്കപ്പെടുന്നത്. ആ മനുഷ്യൻ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.